ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ നടൻ മോഹൻലാൽ കേരളത്തിൽ തിരിച്ചെത്തി. എല്ലാം മനോഹരമായിരുന്നുവെന്നും തനിക്ക് ലഭിച്ച ഈ ഭാഗ്യത്തെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഒരു നടന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായി ദാദാസാഹേബ് ഫാൽക്കെ അവാർഡിനെ കാണുന്നതായി മോഹൻലാൽ പറഞ്ഞു. ആ ഭാഗ്യം എല്ലാവരുമായി പങ്കുവെക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. പുരസ്കാരദാന ചടങ്ങിൽ രാഷ്ട്രപതി കർണഭാരം നാടകത്തെയും വാനപ്രസ്ഥം ചിത്രത്തെയും എടുത്തു പറഞ്ഞതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് മോഹൻലാൽ പ്രതികരിച്ചതിങ്ങനെ: എല്ലാം വളരെ നന്നായിരുന്നു, നല്ല കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ആർട്ടിസ്റ്റിന് കിട്ടാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ആ ഭാഗ്യത്തെ ഞാൻ എല്ലാവർക്കും, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്ത് നൽകുന്നു. മലയാളത്തിലെ മന്ത്രിയടക്കം സംസാരിച്ചു. രണ്ടും ഒരു ക്ലാസിക്കൽ ആർട്ടല്ലേ, അതുകൊണ്ടായിരിക്കാം തീർച്ചയായും. സിനിമ എന്നതിലുപരി ഒരു പെർഫോമൻസ് എന്നുള്ളൊരു ക്ലാസിക്കൽ ആർട്ടാണ്. എന്നൊരു സംസ്കൃത നാടകമാണ്. മറ്റേത് ഒരു 3 ഡയമെൻഷണൽ ആർട്ടാണ് കഥകളി. അത് സാധാരണ സിനിമയിൽ അങ്ങനെ ഒരുപാട് പേര് ചെയ്യാറില്ല, അതുകൊണ്ടായിരിക്കാം എടുത്തു പറഞ്ഞത്. മോഹൻലാൽ ഉഗ്രൻ നടനാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുരസ്കാരദാന ചടങ്ങിൽ മലയാളത്തിൽ പറഞ്ഞിരുന്നു. സംസ്കൃത നാടകത്തിൽ കർണനായി മോഹൻലാൽ വേഷമിട്ടുവെന്നറിഞ്ഞത് തന്നെ അതിശയിപ്പിച്ചെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പറഞ്ഞിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലെത്തി അമ്മയെ കണ്ട ശേഷം ദൃശ്യം 3യുടെ ചിത്രീകരണ സ്ഥലത്തേക്കാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. ജനം, കൊച്ചി.